ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ബേബി കണ്ണൻ. ഇപ്പോഴും ശബ്ദമൊന്നും ശരിയായിട്ടില്ല, ശരിയായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ 22 ഹൗസ് വാമിംഗ് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ അടുത്ത ചടങ്ങ് എന്ന് പറയാൻ അൺബോക്സിങ് തന്നെയാണല്ലോ. ഗിഫ്റ്റെല്ലാം അൺബോക്സ് ചെയ്ത് നോക്കുകയാണ് നമ്മൾ ഇത് കഴിഞ്ഞ് തലേന്ന് തന്നെയാണ് നമ്മൾ അൺബോക്സ് ചെയ്തത്. ഇടയിൽ ചെയ്തതൊക്കെ ഞാൻ ഇതിൽ ക്ലിപ്പുകളൊക്കെ ആഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ഇടയിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ കിട്ടിയത് നമുക്ക് രണ്ടും ഒരുപോലുള്ള ഹോട്ട് ബോക്സസ് ആണ്. ഒരു പേസ്റ്റൽ ഗ്രീനും ഗ്രീൻ ഷെയ്ഡുള്ള ഹോട്ട് ബോക്സസ് ആണ്. അത്യാവശ്യം വലുപ്പമുള്ള ഹോട്ട് ബോക്സ് തന്നെയായിരുന്നു നമുക്ക് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ആരുടെയും പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതേപോലെ നല്ലൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ പോലും എടുക്കാൻ എൻ്റെ ആങ്ങളച്ചന്ത് സമ്മതിച്ചില്ല. അതുകൊണ്ടാണ് അപ്പോൾ നമുക്കിതിൽ കുറേ ഗിഫ്റ്റുകൾ പേരറിയാതെയും പേരെഴുതാതെയും ബെസ്റ്റ് വിഷസ് എന്ന് മാത്രം എഴുതിയിട്ട് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗിഫ്റ്റ് തന്നവർക്കും തരാത്തവർക്കും ചടങ്ങിന് വന്നവരും അതേപോലെ വരാൻ പറ്റാതെ ഫോണിലൂടെ വിളിച്ച് പറഞ്ഞ് വിഷസ് അറിയിച്ചവർക്കും എല്ലാവർക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യൂവേഴ്സിനും കൂടെ ഞാൻ എൻ്റെ താങ്ക് യു ഹാർട്ട്ഫുൾ താങ്ക്സ് പറയുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരുടെയും ജീവിതത്തിലൊരു സ്വപ്നമാണ് വീട് കെട്ടുകയെന്ന് വെച്ചാൽ. അപ്പോൾ അത് കെട്ടി അതിൽ കിട്ടുന്ന ചെറിയൊരു മുട്ടുസൂചിയാണെങ്കിൽ ശരി, എന്താണെങ്കിലും ചെറിയൊരു സമ്മാനമാണെങ്കിലും അല്ല ബെസ്റ്റ് വിഷസ് ആണെങ്കിൽ കൂടെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് അടുത്തതും കിട്ടിയിരിക്കുന്ന ഒരു സ്റ്റീലിൻ്റെ ഒരു ഹോട്ട് ബോക്സ് ആണോ ഇതിനെ പറയുക, കാസ്ട്രോളാണോ പറയുക, എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ പിടുത്തില്ല. എന്നാലും സംഭവം അതാണ് കേട്ടോ. നല്ല ഉപകാരമുള്ള സാധനം കേട്ടോ. ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടോ. ഞാൻ ചോറാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഇതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് തന്ന എൻ്റെ പ്രിയപ്പെട്ട ബ്രദറിന് ഒരുപാട് താങ്ക്സ് പറയാണ്. ഇതിൽ ഒരുപാട് സാധനങ്ങൾ ഞാൻ ബ്രദറും സിസ്റ്ററും ആയിട്ടാണ് പറയാൻ പോകുന്നത്. എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനെ പറയും. പിന്നെ കുറേ ഞാൻ പറഞ്ഞല്ലോ അറിയാത്തവരുണ്ട്. അപ്പോൾ അവരോട് ഞാൻ എന്തായാലും താങ്ക്സ് ഓൾറെഡി ഞാൻ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ശരി, ഇനി നമുക്ക് അങ്ങോട്ട് വീഡിയോ സ്പീഡപ്പായിട്ട് പോവാം കേട്ടോ. ഇൻട്രൊഡക്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒന്ന് സ്ലോ ആക്കിയിട്ട് വോയിസ് ഓവർ ചെയ്തെന്ന് മാത്രം. അപ്പോൾ ഇതാണ് അടുത്ത കാസ്ട്രോൾ കേട്ടോ. കാസ്ട്രോൾ അടിപൊളി സാധനം കേട്ടോ. നല്ല പോലെ ചൂട് നിൽക്കുന്നുണ്ട്. അപ്പോൾ താങ്ക് യു ബ്രോ, എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. ഞാൻ ചോറ് ഇതിലാണ് ആക്കി വയ്ക്കുന്നത്. അപ്പോൾ അടിപൊളി. ഇനി അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായ ബേസിനാണെന്ന്. പൊട്ടിക്കണ്ട എന്ന് പറഞ്ഞു. എന്നാലും ഞാൻ പൊട്ടിച്ചു, ജസ്റ്റ് ഒന്ന് കണ്ടു എന്ന് മാത്രം. നമുക്ക് ഡെയിലി യൂസിന് പറ്റിയിട്ടുള്ളൊരു ബേസിനൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഇത് ഈ കാണുന്നത് ലുക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ, നിലവിളക്കാണ്. നമുക്ക് ഇതുവരെ വിളക്കൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ വീട്ടിൽ നിന്നൊക്കെ തന്നെയാണ് നമ്മൾ പൂജയ്ക്കുള്ള വിളക്കെല്ലാം എടുത്തത്. അപ്പോൾ നമുക്ക് വേണ്ടി വലിയൊരു നിലവിളക്ക് കിട്ടി. വലിയ സന്തോഷം. നല്ല വിളക്കാട്ടോ, നാടൻ വിളക്കാണ്, നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇതേ കണ്ണൻ ഉറങ്ങി എണീച്ചു. അപ്പോൾ കണ്ണൻ്റെ ഒപ്പം ഇരുന്നതിന് ബാക്കി അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതെന്താ നോക്കിക്കൊണ്ടിരിക്കുക. കാരണം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. പേരൊന്നുമില്ലാത്ത കുറേ ഗിഫ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പേരിൻ്റെ ഉടമസ്ഥൻ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ്, ഇല്ലെങ്കിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താലും മതി. അപ്പോൾ നമ്മളിങ്ങനെ പൊട്ടിച്ച് നോക്കിയപ്പോൾ മഗ്ഗാണെന്ന് മനസ്സിലായി. അപ്പോൾ എന്താണ് എങ്ങനെയാണെന്നൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഉള്ളിൽ നോക്കും നല്ല ക്യൂട്ടായിട്ടുള്ള ഡിസൈനുള്ളത് ഒരു പ്രത്യേക മീനുണ്ടല്ലോ, ഇങ്ങനെ നല്ല ഭംഗിയുള്ള വാലൊക്കെയുള്ള മീൻ. ഏകദേശം ആ ഒരു ടൈപ്പിലുള്ളൊരു മഗ്ഗായിരുന്നു കേട്ടോ. നമ്മൾ ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആര് തന്നാണെങ്കിൽ വളരെ ഉപകാരം. താങ്ക് യു. പിന്നെ ഇത് ഈ ഗിഫ്റ്റ് ആരാണ് എന്നൊക്കെ പേരൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആ പേരൊക്കെ വായിച്ചു, എന്നിട്ടാണ് അത് ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാൻ നോക്കിയത്. ഇത് കണ്ടുടനെ തന്നെ നല്ലപോലെ ഇഷ്ടമായി. നമുക്ക് കാസ്ട്രോൾ കുറേ കിട്ടിയിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഹോട്ട് ബോക്സ് കുറേ കിട്ടിയിട്ടുണ്ടെങ്കിലും ഇത് ആദ്യമായിട്ടാണ്. കാരണം ഇത് ഗ്ലാസിൻ്റെ ലിഡുള്ള കാസ്ട്രോളാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. നമുക്ക് എന്തെങ്കിലും കാര്യമായിട്ട് ഇട്ട് വയ്ക്കാൻ പറ്റുന്ന സാധനം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഘോഷയാത്രയായിരുന്നു. എന്താ പറയുക, ഞാൻ ഹോട്ട് ബോക്സ് എന്ന് പറയണോ കാസ്ട്രോൾ എന്ന് പറയണോ എനിക്കറിയില്ല. ഇതെന്താണ് അതിൻ്റെ പേര്, അത് നിങ്ങൾ ഉറപ്പിച്ചോളൂ കേട്ടോ. ഞങ്ങളുടെ അവിടെ ഹോട്ട് ബോക്സ് എന്നാണ് പറയുക. എന്നാലും ആവട്ടെ. അപ്പോൾ അടുത്തതും അതേപോലെ ഒരു ഹോട്ട് ബോക്സ് സാധനമാണ്. പക്ഷേ ഇതിൻ്റെ കളർ ചേഞ്ചസ് കുറേ വരുന്നുണ്ട് കേട്ടോ. ഇത് ബ്ലാക്കും അതേപോലെ ഒരു എന്താ പറയുക ബിസ്ക്കറ്റ് കളർ, ഒരു ഓറഞ്ച് ഷെയ്ഡുള്ളതൊക്കെ ആയിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ, നല്ല ഉള്ളുണ്ടായിരുന്നു. പിന്നെ അടുത്തത് കിട്ടിയത് നമ്മുടെ ഒരു കസിൻ ബ്രദറാണ് തന്നത്. ഇത് ആപ്പച്ചട്ടിയാണ് കേട്ടോ. ആപ്പച്ചട്ടി അടപ്പൊക്കെ ഉണ്ടാവുമല്ലോ, ആ സാധനമാണ് കേട്ടോ. നമുക്കിതുവരെ ആപ്പച്ചട്ടിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടുമില്ല അധികം. അപ്പോൾ ഇത് കിട്ടിയതിന് ശേഷം ഇനി ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു.
പിന്നെ ഇനി ഈ ഈ കവറും കിട്ടിയിരിക്കുന്നത് അതേ ബ്രദർ 2 ഗിഫ്റ്റാണ് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഗിഫ്റ്റും കൂടെ അൺബോക്സ് ചെയ്ത് നോക്കി. അതിലുണ്ടായിരുന്നത് എൻ്റെ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് ഒരു ഹോട്ട് ബോക്സ് തന്നെയാണ്. പക്ഷേ ഇത് കുറച്ചുകൂടെ നമ്മൾ നേരത്തെ കണ്ടതിനേക്കാളും നല്ല ആഴമുള്ള നീളത്തിലുള്ള ഒരു ടൈപ്പ് ഹോട്ട് ബോക്സ് ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ട്. ആ പിക്ചറിൽ കണ്ട പോലെ തന്നെ ഒരു ഓറഞ്ച് ഷെയ്ഡും അതേപോലെ ഒരു ബ്രൗൺ ഷെയ്ഡൊക്കെ ഉള്ളൊരു ഹോട്ട് ബോക്സ് ആയിരുന്നു. നല്ല ആഴമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേ ഈ കാണുന്ന ഈ ഗോൾഡൻ കളർ പൊതിഞ്ഞിരിക്കുന്ന ഗിഫ്റ്റ് ആരാ തന്നെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പേരൊന്നും അങ്ങനെ കണ്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ തിരിച്ചു മറിച്ചൊക്കെ പേരൊക്കെ നോക്കുമായിരുന്നു, പേരൊന്നും കണ്ടില്ല. പിന്നെ ഞാൻ കണ്ണനും കൂടെ അത് വലിച്ച് പറിച്ച് പൊട്ടിച്ചു. കണ്ണൻ ഈ പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉള്ള ഗിൽറ്റ് പേപ്പർ പൊട്ടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പേപ്പറാണെങ്കിൽ വലിച്ച് പറിച്ച് കീറിയാണ് കേട്ടോ. ഗിൽറ്റ് പേപ്പർ പൊട്ടിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് കുപ്പിയുടെ ജഗ്ഗും 6 കപ്പുകളുമാണ് കേട്ടോ. ഏകദേശം ഒരു ജീബൂമ്പ ടൈപ്പ് ജഗ്ഗായിരുന്നു. ഞങ്ങളിങ്ങനെ കമൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ 6 കപ്പുകളും നമ്മൾ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ അധികം കുപ്പികൾ യൂസ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ഓറഞ്ച് കവറിനെ ഒന്നുകൂടെ ശ്രദ്ധിച്ച് വെച്ചോളൂ കേട്ടോ. ഇത് നമ്മുടെ വേണ്ടപ്പെട്ട ഒരു റിലേറ്റീവ് തന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഗിഫ്റ്റുകളാണ് ഈ തന്നിരിക്കുന്നതെല്ലാം. അപ്പോൾ ഈ ബോക്സ് കണ്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് എന്താപ്പോൾ അത് വെയിറ്റ് ഉണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചു. പിന്നെ അത് ഉള്ളിൽ തുറന്ന് നോക്കിയപ്പോൾ കുഞ്ഞു വിളക്കാണ്. നമുക്ക് ഇതുപോലെ ഡെയിലി വിളക്ക് കത്തിക്കാം. നമ്മൾ വീട്ടിൻ്റെ മുമ്പിൽ കത്തിക്കില്ലേ, അങ്ങനത്തെ പറ്റിയൊരു വിളക്കായിരുന്നു കേട്ടോ. അതൊക്കെ അസംബിൾ ചെയ്ത് വെച്ചു. അങ്ങനെ നമുക്ക് 2ാമത്തെ വിളക്ക് കിട്ടിയിരിക്കുന്നു. പിന്നെ ഇതേ ഈ ഗോൾഡൻ കളർ ബോക്സ് എന്താണ് അതിൻ്റെ ഉള്ളിൽ എന്ന് ചോദിച്ചാൽ, ഇത് നമ്മുടെ ഒരു വേണ്ടപ്പെട്ടൊരു വ്യക്തി തന്നെ തന്നതാണ്. ഇതിൽ 6 കപ്പുകളാണ് കേട്ടോ ഉള്ളത്. കുപ്പിയുടെ എന്ന് വെച്ചാൽ സെറാമിക്കിൻ്റെ കപ്പാണുള്ളത്. നമുക്ക് ചായയൊക്കെ കുടിക്കാൻ പറ്റും. അത് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു പ്രത്യേക ഡിസൈനുള്ളതും പിന്നെ ഈ കാണുന്നതും ആണ് നമ്മളിപ്പോൾ ഡെയിലി യൂസിന് വേണ്ടി എടുത്തിരിക്കുന്നത് കേട്ടോ. വേണ്ട നല്ല ഡിസൈനുള്ള കപ്പാണ്. നല്ല ചായ കൊള്ളും, ആഴത്തിൽ നല്ല കൊള്ളും. അപ്പോൾ നമ്മളത് ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. പിന്നെ കിട്ടിയത് ചാക്സൻ്റെ ഒരു കുക്കറായിരുന്നു കേട്ടോ. പ്രഷർ കുക്കറാണ്. അത് 5 ലിറ്ററിൻ്റെ പ്രഷർ കുക്കറാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ പ്രിയപ്പെട്ടൊരു വ്യക്തിയാണ് തന്നത്. അപ്പോൾ ഒരുപാട് താങ്ക്സ് പറയാണ്. ഞാൻ ഏട്ടയോട് 2 കാര്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. 5 ലിറ്ററിൻ്റെ കുക്കറും 3 ലിറ്ററിൻ്റെ കുക്കറും എനിക്ക് അത്യാവശ്യമാണ് എന്ന് പറഞ്ഞു. പക്ഷെ ഇതിൽ വേറൊരു ട്വിസ്റ്റ് എന്താണെന്നോ, ഇതിങ്ങനെ ഉള്ളിലിട്ട് അടയ്ക്കുന്നതാണ്. എനിക്കാണെങ്കിൽ ഇത് നേരെ കിട്ടുകയില്ല. എൻ്റെ നാത്തൂൻ്റെ വീട്ടിൽ ഇങ്ങനത്തുള്ള ഉള്ളിലിട്ട് അടയ്ക്കുന്നതാണ്. അപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഞാൻ ഇതുവരെ പഠിച്ച് വരണേ ഉള്ളൂ കേട്ടോ. ഈ കാണുന്ന വലിയ ഗിഫ്റ്റിൻ്റെ ഉടമ എൻ്റെ പ്രിയപ്പെട്ടൊരു കസിൻ ചേച്ചിയാണ്. അപ്പോൾ ചേച്ചി താങ്ക് യു സോ മച്ച്. എനിക്ക് അത്ര ഇഷ്ടമായി. എന്താണെന്ന് ഞാൻ ഇതിപ്പോൾ തന്നെ റിവീൽ ചെയ്യുന്നതാണ്. എനിക്ക് മനസ്സ് നിറഞ്ഞു, ഒരുപാട് ഇഷ്ടമായി കേട്ടോ. ഇതേ കണ്ണനെല്ലാം പിച്ചി ചീന്തി ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ മാറ്റി കളയുകയാണ്. ഇപ്പം കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ, നല്ല ക്യൂട്ടായിട്ടുള്ള കൃഷ്ണനാണ് കേട്ടോ. എൻ്റെ ആ ചിരി കണ്ടപ്പോൾ തന്നെ അറിഞ്ഞില്ലേ എത്ര ഭംഗിയുണ്ട്, എത്ര ഇഷ്ടപ്പെട്ടു എനിക്കെന്ന്. ഒരുപാട് താങ്ക്സ് എൻ്റെ ചേച്ചി. നല്ല ഭംഗിയുള്ള നല്ല കുഞ്ഞോമനത്തുള്ള ഉണ്ടക്കണ്ണുള്ള കൃഷ്ണനാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നമ്മൾ ശ്രീകൃഷ്ണ ജയന്തിക്ക് ആ കവറൊക്കെ മാറ്റി ദൈവത്തിനെ അങ്ങോട്ട് കുടിയിരുത്തിയിട്ടുണ്ട് കേട്ടോ. അടുത്തത് മറ്റൊരു ഗിഫ്റ്റാണ്. നല്ല റോസ് കവറായി പൊതിഞ്ഞിരിക്കുന്ന ഈ ഗിഫ്റ്റ് എവിടെ നിന്നാണ് പൊട്ടിക്കേണ്ടതെന്ന് പോലും അറിയില്ല. അത്രയും നീറ്റായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പൊട്ടിച്ച് കണ്ണൻ്റെ വലിയ പെറിയൊക്കെ കണ്ടില്ലേ, അവൻ അത്രയ്ക്ക് ഇഷ്ടമാണ് കവർ പൊട്ടിക്കാൻ. അൺബോക്സിങ് പറഞ്ഞാൽ അമ്മ എന്നിട്ട് പറയും നിൻ്റെ അല്ലേ കുഞ്ഞ് എന്ന് പറയും. അപ്പോൾ അമ്മയ്ക്കും ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കണ്ടിട്ടാണ് കേട്ടോ ഇത് ഇതാക്കിക്കൊണ്ടിരുന്നത്, വെച്ചാൽ അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഏട്ടയുടെ ഒരു പ്രിയപ്പെട്ട കൊളീഗ് ഇല്ലെങ്കിൽ നല്ലൊരു ഫ്രണ്ട് തന്നതാണ്. ഇത് 3 ലിറ്ററിൻ്റെ കുക്കറാണ്, PGൻ്റെ കുക്കറാണ് കേട്ടോ. നല്ല കുക്കറാണ്. നമ്മൾ ഇതാണ് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. 5 ലിറ്ററിൻ്റെ നമ്മൾ ചോറ് വെക്കാനാണ് തുടങ്ങിയിട്ടില്ല. ഇത് നമ്മൾ പരിപ്പ് വയ്ക്കുക, സാമ്പാർ വയ്ക്കുക അങ്ങനെയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ നല്ലൊരു കുക്കറാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇങ്ങനത്തുള്ള ലിഡാണ് കുറച്ചുകൂടെ എളുപ്പം അടയ്ക്കാൻ, മറ്റേത് കുറച്ച് പാടാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് 2 കുക്കർ കിട്ടി, 2 വിളക്ക് കിട്ടി. പിന്നെ എണ്ണിയാൽ ഒടുങ്ങാത്ത ഹോട്ട് ബോക്സുകൾ. അടുത്തത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇത് എൻ്റെ ഒരു കസിൻ ബ്രദർ തന്നിട്ടുള്ളതാണ്.
ഈ വയലറ്റ് കവറിൻ്റെ ഉള്ളിൽ നല്ലൊരു പാക്കിംഗ് ആയിരുന്നു കേട്ടോ. ന്യൂസ് പേപ്പറൊക്കെ വെച്ച് നല്ല നീറ്റായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ആടാത്ത അടുക്കില്ലേ, അതാണ് കേട്ടോ. അതിൻ്റെ 4 എണ്ണമാണ് സെറ്റുള്ളത്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ പുതിയ ജനറേഷൻ ഡിസൈനുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഏട്ടൻ ഒരു കൈ കൊണ്ട് പൊക്കിയിട്ട് അമ്പോ നല്ല വെയിറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. നല്ല വെയിറ്റ് ഉള്ളതായിരുന്നു. പിന്നെ ഇതും നമ്മുടെ ഒരു റിലേറ്റീവ് തന്നെ തന്നതാണ്. ഞാൻ ആരുടെയും പേര് പരാമർശിക്കുന്നില്ല, സോറി. അപ്പോൾ ഇതാണ് ഇഡ്ഡലി കുക്കർ. അതും വളരെ 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 ക്യൂട്ടാണ് കാണാൻ, അല്ലേ? കുഞ്ഞതാണ് കേട്ടോ. ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ 9 ഇഡ്ഡലി കൊള്ളുന്നതാണ്. നമ്മൾ 3 പേർക്ക് ഇത് വളരെ വളരെ ഉപകാരവും അതേപോലെ ധാരാളമാണ് ഇതുള്ളത്. അതിൽ നമുക്കിങ്ങനെ ആവി വെച്ച് പഴം വേവിക്കാനുള്ള ഒരു പ്ലേറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല നല്ല ഉപകാരമാണ്. ഞങ്ങൾ എന്നിട്ട് പറയാമെന്ന്, രാവിലെ ഇഡ്ഡലി വയ്ക്കുമ്പോൾ എന്നും ഓർക്കുന്നു. പൊതുവേ നമുക്ക് എന്നും രാവിലെ എണീറ്റാൽ ഇഡ്ഡലി തന്നെ ആയിരിക്കും. ഇഡ്ഡലി ദോശ വിട്ടുള്ള കളി എന്ന് പറയുന്നത് അത് ശനിയും ഞായറും ആയിരിക്കണം. പിന്നെ ഞായറാഴ്ച എവിടേക്കെങ്കിലും പോകണമെന്ന് വെച്ചാൽ ചിലപ്പോൾ അപ്പോഴും എന്തെങ്കിലും ലൈറ്റ് ഫുഡ് തന്നെ ആയിരിക്കും ഉണ്ടാക്കുന്നത്. പിന്നെ അതിൻ്റെ പുറത്ത് വീട്ടുപേരും ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. എനിക്ക് അങ്ങ് വായിക്കാൻ കിട്ടണില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഏട്ടയെ കൊണ്ട് വായിപ്പിച്ചു. ഇതിൽ 2 കവറായിട്ടാണ് പൊതിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് രണ്ടും കൂടെ വലിച്ചു പറിച്ചു ഊരിയപ്പോൾ കിടക്കുന്നത് മിൽട്ടൻ്റെ 3 ഹോട്ട് ബോക്സ് ആണ് കേട്ടോ. എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല നല്ല പിങ്ക്, എന്താണ് പറയുക, നല്ല റോയൽ പിങ്കും ഒരു വൈറ്റും കോമ്പിനേഷനിലുള്ള ഹോട്ട് ബോക്സുകളാണ് കേട്ടോ. നമുക്ക് ഈ ചോറ്, കൂട്ടാൻ, ഉപ്പേരി ഇല്ലെങ്കിൽ തോരനൊക്കെ വെക്കില്ലേ, ആ ഒരു ടൈപ്പ് ഡിസൈൻ എന്ന് വെച്ചാൽ അങ്ങനെ ക്യൂട്ടായിട്ടുണ്ട്. വലുത്, ചെറുത് അതിനേക്കാളും ചെറുത്, അങ്ങനെയുള്ളതാണ്. കണ്ണിന് പറ്റിയ ഒരു ഹോട്ട് ബോക്സ് കിട്ടി. നല്ല ക്യൂട്ടായിട്ടില്ലേ കാണാൻ? അങ്ങനെ 3 ഹോട്ട് ബോക്സാണ് കിട്ടിയിരിക്കുന്നത് മിൽട്ടൻ്റെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. നല്ലൊരു ഗിഫ്റ്റായിരുന്നു കേട്ടോ. പിന്നെ ഈ ഗിഫ്റ്റും നമ്മുടെ ഒരു റിലേറ്റീവ് തന്നെ തന്നതാണ്. ഇതിൻ്റെ ഉള്ളിലും എന്താണെന്ന് നമുക്ക് ഒട്ടും അറിയില്ലായിരുന്നു. ഇത്രയും വലിയൊരു ബോക്സ് കണ്ടപ്പോൾ നമ്മൾ ശരിക്കും ഇത് എന്നുണ്ടായിരുന്നു. പിന്നെ അധികം വെയിറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ ഇത് പറഞ്ഞു, വെയിറ്റ് അധികം ഇല്ല, വേറെ എന്തോ കാര്യമാണ് എന്നൊക്കെ പറഞ്ഞ് ഡിസ്കഷനാണ് കേട്ടോ. നമ്മൾ മെയിനായിട്ടും ഈ വോയിസ് ഓവർ ചെയ്യുന്നത് കാരണം ഓരോ കമൻസ് എന്തിനാ, അപ്പോൾ നമ്മൾ വോയിസ് ഓവർ ചെയ്താൽ കുറച്ച് അറിഞ്ഞല്ലേ നമ്മൾ സംസാരിക്കുള്ളൂ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് നമുക്ക് ഡെയിലി വെള്ളം ചൂടാക്കാൻ പറ്റുന്ന പോലത്തെ, നമ്മളിപ്പോൾ ഇതിലോട്ടോ വെള്ളം ചൂടാക്കുന്ന അടുക്കും, പിന്നെ ഇതുപോലൊരു പാത്രം, അതിനൊരു അടപ്പും കൂടെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഈ വലിയ ഗിഫ്റ്റിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അടുക്ക് യൂസ് ചെയ്യാൻ തുടങ്ങി. മറ്റേത് ഇപ്പോൾ എടുത്ത് വെച്ചിരിക്കുകയാണ്, തൽക്കാലത്തിന് ഇപ്പോൾ എടുത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ അടുത്ത ഗിഫ്റ്റ് എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മുടെ നൈബറാണ് തന്നത്. ഒരുപാട് സന്തോഷം. ഇതും നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളായിരുന്നു കേട്ടോ. മോസ്റ്റ്ലി എനിക്ക് കിട്ടിയിരിക്കുന്ന എല്ലാം നമുക്ക് ഡെയിലി യൂസിന് പറ്റിയിട്ടുള്ള സാധനങ്ങളാണ്. ഒരുപാട് എടുത്തു വയ്ക്കാൻ പറ്റിയ സാധനങ്ങൾ വളരെ വളരെ കുറവായിരുന്നു. നമുക്ക് ഡെയിലി നമ്മളൊരു പാത്രങ്ങളും അങ്ങനെ കാര്യമായിട്ടൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പപ്പടാക്കി വയ്ക്കാം, മാവ് അരച്ചാക്കി വയ്ക്കാൻ പറ്റില്ല, ആ ടൈപ്പ് അടപ്പുള്ളൊരു പാത്രം കേട്ടോ. വളരെ ഉപകാരം. പിന്നെ നമ്മൾ നേരത്തെ ഒരു ഓറഞ്ച് കവർ കണ്ടില്ലേ, ആ കവറിൻ്റെ വേറൊരു വേർഷനാണ്. എന്ന് വെച്ചാൽ ഒരേ കുടുംബത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള 2 ഗിഫ്റ്റുകളാണ്. അപ്പം നമ്മൾ ഇതും കൂടെ പൊട്ടിച്ച് നോക്കുകയാണ്. ഇതിലെന്താണെന്ന് വെച്ചാൽ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പറയാണ് കേട്ടോ. നമ്മൾ പുറത്തുള്ള ചട്ടയൊക്കെ കണ്ടപ്പോൾ ഇത് ഗ്ലാസ് ആണോ, ഭരണിയാണോ, ഡിസൈനുള്ള ഭരണി വല്ലതൊക്കെ ആയിരിക്കുമോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ സജഷൻസും കമൻസും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് സർപ്രൈസ് ആയിട്ടായിരുന്നു പറ കണ്ടത് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. എൻ്റെ സന്തോഷം കണ്ടപ്പോൾ മനസ്സിലായല്ലോ. താങ്ക് യു സോ മച്ച്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നമുക്ക് വിഷുവിനൊക്കെ വയ്ക്കാൻ നല്ല ഭംഗിയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത്രയും വേണ്ടുള്ളൂ തോന്നി എനിക്ക്. എന്നുവെച്ചാൽ ഒരുപാട് വലിയ ഇതൊക്കെ വാങ്ങിക്കുന്നേക്കാൾ ഇത്ര വേണ്ടുള്ളൂ, ഇതാ ക്യൂട്ട് എന്ന് തോന്നി കേട്ടോ. പിന്നെ അടുത്തത് കിട്ടിയത് നോൾട്ടയുടെ ഒരു എന്താ പറയുക, പാൽ കുക്കറാണ് കേട്ടോ. 1 ലിറ്ററിൻ്റെ പാൽ കുക്കറാണ്. എഗെയിൻ നമുക്ക് ആവശ്യമുള്ളതാണ്. നമ്മൾ ഈ അരിയും 1 ലിറ്ററുമാണ് മാക്സിമം വാങ്ങിക്കുന്ന പാൽ കുക്കറിന് വലിയ ഉപകാരം പറഞ്ഞു വെച്ചാൽ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കിട്ടിയതിൽ മോസ്റ്റ്ലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളായതുകൊണ്ട് വലിയ സന്തോഷമുണ്ട്. പിന്നെ അടുത്ത ഗിഫ്റ്റ്, ഇത് എൻ്റെ കസിൻ ചേച്ചി തന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ കുറേ കവറുകളിൽ കൂട്ടത്തിൽ ഇഷ്ടപ്പെട്ട കവർ അതായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു പ്രിൻറ്റും അതേപോലെ ഷെയ്ഡും ആയിരുന്നു. ഇത് പിന്നെ എന്നോട് ഓൾറെഡി പറഞ്ഞിട്ടാണ് നമുക്ക് വാങ്ങിച്ച് തന്നത്. എന്ത് വേണം എന്ന് ചോദിച്ചിട്ട് വാങ്ങിച്ച് തന്നതാണ്. നല്ലൊരു പേസ്റ്റൽ അല്ലെങ്കിൽ അക്വാ ഗ്രീൻ ഷെയ്ഡുള്ള ഒരു ഫിലിപ്സിൻ്റെ
നല്ലൊരു അയൺ ബോക്സാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. ഇതിൽ നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ തയ്ക്കാനൊക്കെ പറ്റും.